ഹായ് ഗേയ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾ കാണുന്നില്ലേ, ഇത് പുഴമീനാണ് കേട്ടോ, പരൽമീനാണ്. പുഴമീനും പരൽമീനുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏട്ടന് ഉച്ച വരെയുള്ളൂ, നമ്മുടെ നോമ്പ് കാരണം വർക്ക് ഉച്ച വരെ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ലീവാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് പുഴയിൽ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. നമ്മുടെ കാശിക്കൂട്ടനാണെങ്കിൽ മീനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കളിക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം. കഴിക്കും, പക്ഷേ അവൻ ചോറ് കഴിക്കാൻ കുറച്ച് ബാക്കിക്കാണ് കേട്ടോ. മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഏട്ടൻ മീൻ ഡെക്കറേറ്റ് ചെയ്യാണ് കേട്ടോ. ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ, കാശിക്കൂട്ടൻ്റെ കയ്യിൽ നിന്ന് മീൻ നേരാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ അവൻ തരുന്നില്ല, വാശി പിടിക്കുകയാണ്. ഇതാ സെറ്റാക്കിയിട്ടുണ്ട്. കാശിക്കൂട്ട സൂപ്പറല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം റെസിപ്പി പറയാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചതച്ചിട്ടുണ്ട് കേട്ടോ. വല്ലാതെ എരിവ് കുട്ടികൾക്ക് കൊടുക്കണ്ടല്ലേ കരുതിയിട്ട് വല്ലാതെ എരിവിടില്ല കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മീനല്ലേ ഉള്ളൂ, കുറച്ച് ചതച്ചിട്ടുണ്ട് കേട്ടോ. അത് ചതച്ചിട്ട് നമ്മൾ ഫ്രഷാക്കിയ മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മീനിൽ നല്ല ചെളുക്കുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരുതി കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പൊടികൾ ഇടണം കേട്ടോ. പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് അതുകൊണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാ മീനും അരപ്പ് ഒന്ന് പിടിക്കണം. നമ്മൾ നല്ലോണം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഒരു ജസ്റ്റ് കുറച്ച് നേരം വയ്ക്കണം അങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേപ്പില പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഇത് എണ്ണയ്ക്ക് ഇടുമ്പോൾ. വേപ്പില പൊട്ടിച്ചിട്ടാൽ, വേപ്പില അങ്ങനെ ഇടാൻ പറ്റില്ല, വേപ്പില ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഒന്ന് ഇടണം കേട്ടോ. അങ്ങനെ നമ്മുടെ പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ മീനിട്ടിട്ടുണ്ട് കേട്ടോ. കാണുന്നില്ലേ ഗീസ്, സൂപ്പറായിട്ടില്ലേ? എന്താ സൂപ്പറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഇറങ്ങും. നമ്മുടെ പുഴമീൻ വേറെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വാങ്ങുന്ന മീനിനേക്കാളും വേറെ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പുഴമീൻ. ഇതാ മീൻ പകുതി വെന്തിട്ടുണ്ട്, പകുതി ആയിട്ടുണ്ട്. മറ്റേ മീനൊക്കെ പാനിലിട്ടിട്ടുണ്ട്. അതാ കാശിക്കൂട്ടൻ അതാ കഴിച്ച് തുടങ്ങി കേട്ടോ. ടേസ്റ്റ് നോക്കാൻ തുടങ്ങി.